ഹായ് ഫ്രണ്ട്സ്, സുഗമോദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാർഗവി ആണെങ്കിൽ വീട്ടിൽ വന്നോടെ തന്നെ ഗൗരിയോട് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ പ്രഭാവതിയെയും പ്രകാശിനൊക്കെയാണ് കാണാൻ പോയിരിക്കുന്നത് തന്നെ. അപ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രഭാവതി ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ് മോളെ. നന്ദനെ കാണാത്തത് കൊണ്ട് തന്നെ വളരെയധികം തന്നെ വിഷമമാണ്. ഇന്നാണെങ്കിൽ നന്ദൻ്റെ പിറന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ ആ പിറന്നാൾ ദിവസത്തിൽ പോലും നന്ദനെ കണ്ടു കിട്ടിയില്ലല്ലോ എന്നാണ് പ്രഭാവതിയാണെ പറയുന്നതെന്നൊക്കെ ഭാർഗവി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ആ പ്രകാശനാണെങ്കിൽ അവളെ എന്തൊക്കെയോ പറഞ്ഞ് പിന്തിരിപ്പിക്കാനും പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പ്രഭാവതിയോട് പറഞ്ഞതാണ് ഇതൊന്നും വിശ്വസിക്കേണ്ടെന്നൊക്കെ. പക്ഷേ പ്രഭാവതി ആണെങ്കിൽ അങ്ങനെയൊന്നുമല്ല, മറ്റൊരാൾ പറയുന്നത് പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലായതുകൊണ്ട് തന്നെ പ്രകാശൻ പറഞ്ഞത് മുഴുവനായിട്ട് തന്നെ അവൾ വിശ്വസിച്ച മട്ടിലാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് പ്രകാശൻ പറഞ്ഞതെന്നൊക്കെ ഗൗരി ചോദിക്കുന്നുണ്ട്. അത് പിന്നെ വേറൊന്നുമല്ല, നന്ദനെ എന്തായാലും കാണണം, ആ നന്ദനെ കൊല്ലാൻ ശ്രമിക്കുന്നതും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആ അരുന്ധതിയാണെന്നൊക്കെയാണ് അവൻ പറഞ്ഞു വന്നത് തന്നെ അവളോടായിട്ടാണെങ്കിൽ. അപ്പം നമ്മൾ ഗൗരി ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഗൗരി ആണെങ്കിൽ ഭാർഗവിയോട് ചോദിക്കുന്നുണ്ട്, മീര ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചത് അയാളല്ലേ, പിന്നെ എങ്ങനെയാണ് പ്രഭാവതി അമ്മയ്ക്ക് അയാളോട് സ്നേഹവും സഹതാപമൊക്കെ തോന്നുക അമ്മേ, എന്താണ് അമ്മ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, അത് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേങ്കിൽ മീരയെ കൊല്ലാൻ ശ്രമിച്ചത് അവനല്ലെന്നാണ് അവൻ പറയുന്നത്. അവൻ ചെയ്യാത്തൊരു കുറ്റത്തിനാണ് നന്ദൻ അവനെ ജയിലിൽ കിടത്തിയതെന്നും അതിനുള്ള എല്ലാ സങ്കടവും അവന് നന്ദനോടുണ്ടെന്നൊക്കെയാണ് അവൻ പറഞ്ഞത് തന്നെ. എന്തായാലും നന്ദനെ ഇപ്പോൾ കാണാത്ത വിവരങ്ങളൊന്നും അവൻ അറിയാത്ത പോലെയാണ് അവൻ സംസാരിച്ചത്. എനിക്കെന്തോ അവൻ്റെ സംസാരത്തിൽ നിന്ന് എന്തൊക്കെയോ ഒരു മനസ്സിലായ രീതിയിലൊക്കെയാണ് എനിക്ക് തോന്നിയത്. കാരണം അവൻ അവിടെ ഇവിടെയും തൊടാതെയാണ് ഓരോന്നും സംസാരിക്കുന്നത്. ആരെയോ എന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പോലെയാണ് അവൻ്റെ സംസാര രീതിയിൽ ഓരോന്നും എനിക്ക് തോന്നുന്നതൊക്കെ ഭാർഗവി പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രഭാവതി ആണെങ്കിൽ നമ്മുടെ ദേവിയെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും പ്രകാശൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരോടും പോയി പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ലെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥനോടായിട്ടൊക്കെ ആണെങ്കിൽ. അപ്പോഴേക്കും നമ്മുടെ സിദ്ധാർത്ഥനാണെങ്കിൽ പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ മറ്റൊരാൾ പറയുന്നത് വിശ്വസിച്ച് ഇങ്ങനെ ജീവിക്കാനാണോ നിൻ്റെ മട്ട്. അപ്പോഴേക്കും ആണെങ്കിൽ പ്രഭാവതി പറയുന്നുണ്ട്, എനിക്ക് ആരുടെയും ഒരു കാര്യവും കേൾക്കണ്ട, എന്തായാലും നിങ്ങൾക്കാർക്കും ഒന്നിനും കഴിയാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ പ്രകാശിൻ്റെ സഹായമാണ് തേടാൻ പോകുന്നതൊക്കെ പ്രഭാവതി പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, അമ്മ അതിബുദ്ധിയൊന്നും കാണിക്കാതിരിക്കെ, ഞങ്ങൾ പറയുന്നത് ഒന്ന് ശാന്തമായി കേൾക്ക്. ആർക്കും ആരെയും കണ്ടെത്താൻ അധിക ദിവസങ്ങളൊന്നും വേണ്ടെന്നുള്ള തെറ്റായ ചിന്ത അമ്മയ്ക്കുണ്ട്. ആ തെറ്റായ ചിന്ത അമ്മ മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട് പ്രഭാവതി ആണെങ്കിൽ. അമ്മയ്ക്ക് എന്തായാലും ഞാൻ കേസ് കൊടുത്തിട്ടില്ല, നന്ദനെ അന്വേഷിക്കുന്നില്ല എന്നാണോ അമ്മ വിചാരിക്കുന്നത്? ഞാൻ നന്ദനെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതൊന്നും അമ്മ മനസ്സിലാക്കുക. ഇങ്ങനെ പ്രകാശൻ വന്ന് പറഞ്ഞതൊക്കെ ആകെ മൊത്തം വിശ്വസിച്ച് അമ്മ ഈ പ്രകാശിൻ്റെ പിന്നാലെ പോവാതിരിക്കുക. എനിക്ക് എന്തായാലും പ്രകാശിൻ്റെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്യാനുണ്ട്. ഞാൻ എന്തായാലും പോവുകയാണ്. അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നത് കേട്ട് അമ്മ ഇങ്ങനെ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കില്ലെന്നൊക്കെ പ്രഭാവതിയുടെ അടുത്ത് നമ്മുടെ ദേവിക പറയുന്നുണ്ട്. അതിനുശേഷം പ്രഭാവതി പറയുന്നുണ്ട്, പ്രകാശിൻ്റെ പേരിൽ യാതൊരാളും കേസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അയാൾ ഒന്നാമതേ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ നിന്ന് വന്നിരിക്കുകയാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇനി നീയായിട്ട് വീണ്ടും അയാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു, അത്രമാത്രം. അതിനപ്പുറം വേറെ ഒന്നും തന്നെ ഞങ്ങൾക്ക് ബന്ധവും ഇല്ല, ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പ്രഭാവതി ആണെങ്കിൽ. അപ്പോൾ നമ്മുടെ പ്രഭാവതി ആണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥനും ദേവികയും പോയതിനു ശേഷമാണെങ്കിൽ അരുന്ധതിയെ കോൾ ചെയ്യുന്നുണ്ട്. അരുന്ധതിയെ കോൾ ചെയ്യുമ്പോൾ അരുന്ധതി ആണെങ്കിൽ പ്രഭാവതിയുടെ കോൾ കണ്ട് ആദ്യമൊന്നും എടുക്കാൻ തയ്യാറായില്ല. എന്നാലും തുടരെ തുടരെ പ്രഭാവതി വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അരുന്ധതിക്ക് ആ കോൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അരുന്ധതി, ഇതെന്താ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്, നിനക്ക് എന്താണ് വേണ്ടതൊക്കെ പ്രഭാവതി എടുത്ത് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, നീ എന്താ എന്നെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കാമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയതും കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെ നീയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിനക്ക് ഞാൻ എല്ലാം കാണിച്ചു തരാം. വഴിയെ നിനക്കും നഷ്ടങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിനക്കങ്ങ് താനേ മനസ്സിലാവും. അരുന്ധതി എന്നൊക്കെ പ്രഭാവതി ആണെങ്കിൽ അരുന്ധതിയുടെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അരുന്ധതി ആണെങ്കിൽ അങ്ങോട്ടേക്കും തിരിച്ച് ഒട്ടും തന്നെ വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള സംസാരമാണ് നടത്തിയിരിക്കുന്നത് തന്നെ. എന്നെ വിളിച്ച് ഭയപ്പെടുത്താനും എന്നോട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ നീ എത്രത്തോളം വളർന്നെന്ന് എനിക്കൊന്ന് കാണണം എന്നൊക്കെ രീതിയിലൊക്കെ അരുന്ധതിയും സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇസബെല്ലയ്ക്ക് വലിയൊരു മാറ്റം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. ഇസബെല്ലയും കെവിനും ആണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടത്തിലാണ്. അങ്ങനെ കെവിനെ വിളിച്ചിട്ട് ഇസബെല്ല ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ എന്തോ ഒരു വിഷമത്തിലാണ്. കാരണം പാപ്പന് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയത്? എല്ലാത്തിനും കാരണം ഞാനല്ലേ. അന്നേ ഈ കളികളൊക്കെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇസബെല്ല കെവിനോടായിട്ടാണെങ്കിൽ. അങ്ങനെ കെവിൻ ചോദിക്കുന്നുണ്ട്, നിനക്കിതെന്താ പറ്റിയത് ഇസബെല്ല, നീ ഇങ്ങനെ
ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? നിനക്ക് ഋഷിയെ കാണാത്തതിൻ്റെ പ്രശ്നമൊക്കെയാണോ നീ ആലോചിക്കുന്നത്, അതോ പാപ്പിന് ട്രാൻസ്ഫർ കിട്ടിയതാണോ നിൻ്റെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കെവിനാണെങ്കിൽ. അപ്പോൾ ഇസബെല്ല മറുപടി ഇങ്ങനെയാണ് നൽകുന്നത്, എനിക്ക് എല്ലാം പ്രശ്നമാണ്, എന്നാലും ശരിക്കും പറഞ്ഞാൽ നന്ദിനെ ആരായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത്? ഋഷിയെ ഇപ്പം കാണാനില്ല, നാളെ നിന്നെയോ എന്നെയോ ആവാൻ കാണാതിരിക്കുന്നത്, ആരാ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നതെന്ന് നമുക്ക് എത്ര അന്വേഷിച്ചിട്ടും ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അന്നേ ഈ കളികളൊക്കെ മതിയാക്കിയിരുന്നെങ്കിൽ, അരുന്ധതി മേഡം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ കളികളൊക്കെ മതിയാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരവസ്ഥ വരില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇസബെല്ല കെവിനോടായിട്ടാണെങ്കിൽ. അങ്ങനെ ഇസബെല്ലയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കെവിൻ പറയുന്നുണ്ട്, നിൻ്റെ ഈ ഒരു സങ്കടവും വിഷമമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് നിനക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് എങ്ങോട്ടെങ്കിലും പോവാം ഇസബെല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ദൂരെ നിന്ന് നമ്മുടെ ശാരിക കാണുന്നുണ്ടായിരുന്നു. ശാരികയാണെങ്കിൽ അപ്പോഴത്തെ ആ ബുദ്ധിക്കാണെങ്കിൽ നമ്മുടെ ഇസബെല്ലയുടെയും കെവിൻ്റെയും കാറിൽ കയറിയിരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു കാറിൽ കയറിയിരുന്നാൽ എന്തെങ്കിലുമൊക്കെ വഴി കിട്ടാതിരിക്കില്ല. നന്ദേട്ടൻ എവിടെയാണെന്നും എന്താണ് സത്യമെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം എന്നുള്ള ഇതിലൊക്കെ ഇസബെല്ലയുടെ കാറിൽ നമ്മുടെ ശാരികയാണെങ്കിൽ കയറിയിരിക്കുന്നുണ്ട്. കയറിയ ഉടൻ തന്നെ മൊബൈൽ ഫോൺ ഓണാക്കിയിട്ട് കെവിനും ഇസബെല്ലയും സംസാരിക്കുന്നതെല്ലാം മൊബൈൽ ഫോണിൽ പകർത്തുന്നുണ്ട്. അങ്ങനെ ഇസബെല്ല ചോദിക്കുന്നുണ്ട്, നീ അവളുടെ ദേവികയുടെ അനിയത്തിയല്ലേ സ്നേഹിക്കുന്നത്? അവൾക്ക് നിന്നെ ഇഷ്ടമാണോ? അതോ ഈ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു സത്യത്തിൽ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിനൊക്കെ അവൾ നിന്നോട് പ്രതികാരം ചെയ്യും. അവളുടെ ജീവിതം ഇല്ല, അവളുടെ ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കിയ നിന്നോട് അവൾക്ക് വെറുപ്പ് തോന്നില്ലേ? നീ എന്തിനാണ് പിന്നെ ഈ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത് കെവിനെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇസബെല്ലയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഒന്നും നമ്മൾ പറയുന്ന പോലെയല്ലല്ലോ, നമുക്ക് ആ സിറ്റുവേഷൻ വന്നതുകൊണ്ട് നമുക്കത് ചെയ്യേണ്ടി വന്നു ഇസബെല്ല, അല്ലാതെ നമ്മളിതിൽ കുറ്റക്കാരൊന്നുമല്ലല്ലോ. നീ എന്തിനാണ് ഇത്രത്തോളം ബാഡ് അടിക്കുന്നത്? അതൊക്കെ നീ മറന്നേക്ക്. നിനക്കിഷ്ടപ്പെട്ട സ്ഥലത്തോട്ടാണല്ലോ ഞാൻ കൊണ്ടുവന്നത്, അതൊക്കെ മറക്കാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കെവിനാണെങ്കിൽ കാർ നിർത്തിയ ഉടൻ തന്നെ നമ്മുടെ ശാരിക ആ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ദേവികയെ ഫോൺ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ചേച്ചിയെ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ശാരികയാണെങ്കിൽ. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.